സോ നമുക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് കോളേജിലാണോ നമുക്ക് അലോട്ട്മെന്റ് കിട്ടുന്നത് അവിടെ ചെന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ചെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ കുറച്ചധികം ഡോക്യുമെന്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ആ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽസും ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യം നമുക്ക് വരുന്നത് സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇനി അടുത്തത് നമുക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് അറ്റൻഡഡ് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമ്മൾ ടി സിയും അതുപോലെ തന്നെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ ആ രണ്ട് ഡോക്യുമെന്റ്സ് ആണ് അടുത്തത് വേണ്ടത്. പിന്നെ നമ്മുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, നമ്മൾ ക്വാളിഫയിങ് എക്സാമിനേഷന്റെ ഇപ്പോൾ +2 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് ലിസ്റ്റ്, ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ആണ് പിന്നെ വേണ്ടത്. പിന്നെ നമ്മുടെ ക്വാളിഫയിങ് എക്സാമിന്റെ പാസ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ ഓൾറെഡി നമ്മുടെ കയ്യിൽ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഇത് 4 ആ ഓർഡറിൽ നമ്മൾ എടുത്തു വെക്കുക. ഓക്കെ, അടുത്തത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. അത് അപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇൻ ദ റെലവന്റ് ഫോർമാറ്റ് ഗിവൺ ഇൻ ദ അനക്ഷർ ഓഫ് ദ പ്രോസ്പെക്ടസ് 2024. അതായത് അനക്ഷറിൽ കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അത് നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പൊ അതിന്റെ ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം. അത് ആരിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഇതിന്റെ ലാസ്റ്റ് പറയാം. ഇത് നമ്മൾ ഇപ്പം റെഡിയാക്കി വെക്കുക. കാരണം നമുക്ക് വൺസ് അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ അതിനു വേണ്ടി നമ്മൾ ഓടേണ്ട കാര്യമില്ല. അപ്പൊ അത് നമ്മൾ റെഡിയാക്കി വെക്കണം. പിന്നെ നമ്മൾ ഫീ അടച്ചതിന്റെ റെസീപ്റ്റ് ആണ്. അപ്പോൾ ഈ ഫീ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് അറിയാം, അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കണം. അപ്പൊ അതിന്റെ റെസീപ്റ്റ് ആണ്. അടുത്തത് ഡാറ്റ ഷീറ്റ് ആണ്. ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കീമിന്റെ നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മൾ അവൈലബിൾ ആവും. അത് എപ്പോഴാണ് അവൈലബിൾ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഈ ഒരു അഡ്മിഷൻ അടുത്തോ ആയിരിക്കും അത് ചെയ്യുക. CE ആണ് നമുക്ക് ഈ ഒരു ഡാറ്റ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡാറ്റ ഷീറ്റിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ബിടെക്കിനാണ് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതിന്റെ മാർക്ക്, അതേപോലെ തന്നെ കീമിന്റെ ആ ഒരു മാർക്ക്, അങ്ങനെയുള്ള നമ്മുടെ ഡീറ്റെയിൽസ് അത് വരുന്ന ഒരു ഷീറ്റിനെയാണ് നമ്മൾ ഈ ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എപ്പോഴാണോ അവൈലബിൾ ആവുന്നത്, മിക്കവാറും അഡ്മിഷനോട് അടുത്തായിരിക്കും അവൈലബിൾ ആവുക. അപ്പൊ ആ സമയത്ത് നമ്മൾ അത് എടുത്തു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് അലോട്ട്മെന്റ് മെമ്മോ ഇഷ്യൂഡ് ബൈ ദ CE. അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ നമുക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതും നമ്മൾ ആ ഒരു ഡോക്യുമെന്റും ഈ പറഞ്ഞ പോലെ അലോട്ട്മെന്റ് കഴിയുമ്പോഴാണ് നമ്മൾ എടുത്തു വെക്കേണ്ടത്. പിന്നെ ആ അലോട്ട്മെന്റ് മെമ്മോയിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ്സും നമ്മൾ അഡ്മിഷന് പോകുന്ന സമയത്ത് കൊണ്ടുപോകണം. അത് കൂടാതെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആണോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിന്റെയൊക്കെ ഒറിജിനൽ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവാം, അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും റിസർവേഷൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവാം, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ അധികം സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇതിന്റെ എല്ലാം ഒറിജിനൽ തന്നെ, ഒറിജിനൽ ഡോക്യുമെന്റ് തന്നെ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫീ പേ ചെയ്യാൻ ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്തേക്ക് ആ ഒരു ഫീയും നമ്മൾ പേ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ റെഡി ആയിട്ട് വേണ്ടത്. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ പോലെ ഫീ റെമിറ്റ് ചെയ്ത റെസിപ്റ്റ്, ഡാറ്റ ഷീറ്റ്, അലോട്ട്മെന്റ് മെമ്മോ, ഇതൊക്കെ നമ്മൾ എന്തായാലും അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. യെസ്, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ആരിൽ നിന്നാണ് എടുക്കേണ്ടത് എന്നുള്ളത്. ഫ്രം എ മെഡിക്കൽ ഓഫീസർ ഇൻ സർവീസ്. ഓക്കെ, സർവീസിലുള്ള ഒരു മെഡിക്കൽ ഓഫീസർ ആയിരിക്കണം. ആൻഡ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എൻ അസിസ്റ്റന്റ് സർജൻ.
ഓക്കെ, അസിസ്റ്റന്റ് സർജൻ ആയിട്ടുള്ള ഒരു ആളിൽ നിന്നായിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ അതിന് താഴെയുള്ള റാങ്കിൽ നിന്ന് ഉള്ളവരിൽ നിന്ന് ആയിരിക്കരുത്, മിനിമം നമ്മൾ ഒരു അസിസ്റ്റന്റ് സർജനിൽ നിന്ന് ആയിരിക്കണം ഈ ഒരു സർട്ടിഫിക്കറ്റ്. ഇതിൽ നമുക്കിപ്പോ അതിനകത്ത് ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് ആൻഡ് വിഷൻ ഈ കാര്യങ്ങളാണ് നോട്ട് ചെയ്യുന്നത്. അപ്പൊ അവരിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കേണ്ടത്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ അവൈലബിൾ ആക്കി വെക്കുക അഡ്മിഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ. പിന്നെ അതേപോലെ നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ പ്രോസ്പെക്ടസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ ബിഫോം കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുന്നവർ have to get vaccinated against hepatitis B before they take admission in the allotted college as per AICT guidelines. അത് AICT ഗൈഡ്ലൈൻസ് പ്രകാരമാണ്. അപ്പോൾ അത് വാക്സിനേറ്റഡ് ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിൽ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം നമ്മൾ എടുത്തു വെക്കാം. ബാക്കി നമുക്ക് ഏതൊക്കെയാണോ വേണ്ടത് അത് ഈ പറഞ്ഞ പോലെ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ് അലോട്ട്മെന്റ് മെമ്മോ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ അതിനുശേഷം, അപ്പൊ ആ പറഞ്ഞ ഡോക്യുമെന്റ്സ് മാത്രം നമുക്ക് ലാസ്റ്റ്, ഇപ്പൊ ഡാറ്റ ഷീറ്റ് പോലെയുള്ളതൊക്കെ മാത്രം ലാസ്റ്റ് നമുക്ക് കളക്ട് ചെയ്ത് വെച്ചാൽ മതി. സോ അതിന് ഉള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. താങ്ക് യു.